ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിക്കാഹ് ദുപ്പട്ട മേക്കിംഗ് വീഡിയോ ആണ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ദുപ്പട്ടയ്ക്ക് 1.25 മീറ്റർ നെറ്റാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അതിങ്ങനെ കാരണം കുറച്ച് ലെങ്ത്തിൽ ബാക്കിലേക്ക് കുറച്ച് ലെങ്ത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി വരും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ലേസായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മീറ്ററിന് 200 ആണ് റേറ്റ് വരുന്നത്. കുറച്ചിങ്ങനെ മുത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പ്, ഒന്നും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് എടുത്തതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷന് കറക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ആ ഒരു ലെങ്ത്തിലാണ് എടുത്തത്. ആദ്യം തന്നെ നമ്മൾ നെറ്റും ലേസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നെറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ചെയ്തിട്ട് കാര്യമുള്ളൂ. ഫസ്റ്റ് തന്നെ അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ചിട്ട് ഞാൻ എവിടെ വെച്ചിട്ടാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പിൽ അളകി പോരാത്ത രീതിയിൽ അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ നെറ്റ് വെച്ചിട്ട് ആ ഒരു പേര് ചെയ്യും, അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നത്. അത് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പൊസിഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മളിങ്ങനെ രണ്ട് സൈഡിലും ഒരേ അളവിൽ വിട്ടിട്ട് വേണം നടുക്കാണ് നമ്മളിത് എഴുതുന്നത്. കാരണം ഫേസിലാണ് ആ ഒരു നെയിമിൻ്റെത് വരിക. പിന്നെ 30 ഇഞ്ച് സ്കെയിലിൽ 4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അതായത് താഴ്ന്ന് മേലേക്ക് 4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ആ പേര് എഴുതുന്നത്. പിന്നെ ഈ ഒരു കാര്യം വരുന്നത് അത്ര അങ്ങോട്ട് സിമ്പിളല്ല കേട്ടോ. കാരണം ഒരു ചൊറ പിടിച്ച പണിയാണ്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളിങ്ങനെ ഗ്ലൂ വെച്ചിട്ട് എഴുതുമ്പോൾ കൈ അതിൽ തട്ടിയിട്ട് ആ കൈ പിന്നെ വേറെ എവിടെയെങ്കിലും തട്ടുമ്പോൾ ആ ഗ്ലൂ അവിടെ ആവും. പിന്നെ നമ്മൾ ഗ്ലിറ്റർ ഇടുമ്പോൾ അവിടെയും കൂടെ ഗ്ലിറ്റർ ഒട്ടിപ്പിടിക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് ഗ്ലിറ്റർ ഇടുന്നതിന് പകരം ഒരു പേരെഴുതിയതിന് ശേഷം അതിൽ ഗ്ലിറ്റർ ഇട്ടതിന് ശേഷമാണ് ഞാൻ അടുത്ത ഇതിമക്ക് ഗ്ലൂ ആക്കാൻ പോയത്. അല്ലാതെ അത് കയ്യിലായാൽ അത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ആ ഒരു വൃത്തി ഉണ്ടാവില്ല, ആ ഒരു വർക്ക് ഒരു വൃത്തി ഇല്ലാത്ത പോലെ ആയിരിക്കും തോന്നുക. ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. 15 രൂപയായിട്ടേ ഉള്ളൂ. ഫാബ്രിക് ഗ്ലൂ ഫാൻസിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഗ്ലിറ്റർ ഇടുമ്പോൾ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ആ ഒരു ഗ്ലൂ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ലാസ്റ്റായിട്ട് അതിങ്ങനെ കുടഞ്ഞ് കളയുമ്പോൾ കുറേ ഗ്ലിറ്റർ അതിന് പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ടി ഉണ്ടാവില്ല, അതിന് കുറച്ച് തിക്കായിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഗ്ലിറ്റർ ഇടുന്നത്. ഗ്ലിറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ നിന്ന് പറിച്ചെടുക്കാനും നോക്കരുത്. കുറച്ച് ടൈം വെച്ചിട്ട് വേണം അതിൽ ഇളക്കിയെടുക്കാനായിട്ട്. ഇളക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പതിയെ എടുക്കാനേ പാടുള്ളൂ, വലിച്ചെടുക്കാതെ പൊക്കിയെടുക്കാൻ നോക്കുക. പിന്നെ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈം ആവശ്യമുണ്ട്. ടേബിളിലൊന്നും ഒരിക്കലും വിരിച്ചിടരുത്, കാരണം ആ ഗ്ലൂ അതിലൊട്ടി പിടിച്ചിട്ട് ആ ഗ്ലിറ്റർ ആകെ പരന്നെടുക്കും. ഇതുപോലെ ചെയറിലോ ഞാൻ ഐമിൻ്റെ വണ്ടീൻ്റെ മുകളിലാണ് ഇട്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.